സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോഴേക്കും അത് 2,96,091 കോടി. 2024-25 കടം 4,35,314 കോടി രൂപയായി. 2025-26 ഈ ബജറ്റിൽ റിപ്പോർട്ട് ചെയ്യുന്ന കടത്തിന്റെ സംഖ്യ 4,88,910 കോടി രൂപയാണ്. 4,88,910 കോടി. തുടക്കത്തിലുള്ള കട 1,60,000 1,60,60,000 കോടിയായിരുന്നു. ഏകദേശം 5 ലക്ഷം കോടിയായിരിക്കുന്നത്. വർഷം 10 കഴിഞ്ഞല്ലോ. 10 വർഷം നമ്മൾ ശരാശരി 40,000-50,000 കോടി രൂപ ഒരു വർഷം കമ്മി വരുന്നുണ്ട്. കോടി കടമെടുപ്പ് നടത്തിയ സംസ്ഥാനമാണ് കേരളം. 2023-24 കാലഘട്ടത്തിൽ. കേൾക്കാം പറഞ്ഞോളൂ രജിൻ, പറയൂ. 1,43,053 കോടി രൂപയാണ് ഈ കേരളം നമ്മൾ കടമായിട്ട് 2023-24 കാലഘട്ടത്തിൽ. അതില് 53,306 കോടി രൂപ റിസർവ് ബാങ്കിൽ നിന്ന് മാറ്റം മാറ്റിയിട്ടുണ്ട്. 225 തവണയാണ് ഈ നിത്യ ചെലവുകൾക്ക് വേണ്ടി മാത്രം എടുത്തത്. അതിന് പുറമെ 67 തവണ ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. അങ്ങനെ കടക്കണിയിലേക്ക് അങ്ങനെ ഒരുപാട് കടക്കണിയിലേക്ക് പോയിട്ട് ഇദ്ദേഹം ഇവിടെ നിന്ന് പറയുന്നത് ആ ഒരു കാര്യം ഇല്ല, ഇവിടെ സാമ്പത്തികമായി നല്ല രീതിയിൽ നിൽക്കുകയാണ്. തോമസ് ഐസക്കും പറയുന്നതാണ്. തോമസ് ഐസക് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഈ നാട്ടില് ഈ പെട്രോളും ഡീസലും ഒക്കെ അടിച്ച് പോകുന്ന നമ്മളെ പോലെയുള്ളവരുടെ സെസ് ഒഴിവാക്കി തരേണ്ട ആവശ്യകതയില്ലേ? ഈ പറയുന്ന നികുതിക്കരം, ഈ പറയുന്ന വീട്ടുകരം, വസ്തുക്കരം, അങ്ങനെയൊക്കെയുള്ള ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഉണ്ടാക്കിയെടുത്ത കടങ്ങളെല്ലാം മാറ്റി എല്ലാം ഒഴിവാക്കി തരേണ്ട അവസ്ഥയില്ലേ? അതൊന്നും ഒഴിവാക്കാതെ, അതൊന്നും ചെയ്യാതെ ഈ വന്നിട്ട് ഉൽപാദനം കൂടുന്നില്ല, കാർഷിക വിളകൾ കൂടുന്നില്ല. ഇത് ആരുടെ കുഴപ്പമാണ്? ഭരിക്കുന്ന ഗവൺമെന്റ് കുഴപ്പമല്ലേ? 10 വർഷം കഴിഞ്ഞപ്പോഴാണോ ഈ കുമ്പസാരം നടത്തുവാൻ വേണ്ടി ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടുള്ളത്? ഇവിടെ ഈ പറയുന്ന ഉത്സവങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ലല്ലോ. ഉത്സവ പെരുമഴ നടത്തുവാൻ സർക്കാർ ചെലവിൽ ഊരാലിങ്കൽ ഗ്രൂപ്പിനെ സ്പോൺസേഡ് ആക്കിക്കൊണ്ട് ഉത്സവ പെരുമഴ നടത്തുവാൻ യാതൊരു പ്രശ്നവുമില്ലല്ലോ. ഉത്സവങ്ങൾ നടത്തുന്നുണ്ടല്ലോ, അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ലാതെ നടക്കുന്നുണ്ടല്ലോ. പക്ഷേ അത് സാധാരണക്കാരിലേക്ക് എത്തുമ്പോൾ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കേരളത്തിലെ ജനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുടെ വില കൂട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടി കറണ്ട് ബില്ല് കൂട്ടിക്കൊണ്ടിരിക്കുന്നു, വസ്തുക്കരം കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോന്നായിട്ട് എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മിൽമ പാലിന്റെ വരെ പൈസ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു ഗവൺമെന്റ് മാറിയിരിക്കുന്ന സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഈ പറയുന്ന കൊണ്ടുവന്ന ബഡ്ജറ്റ് കൊണ്ടുവരുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്താതെ ഈ പറയുന്ന ആദ്യം ഞാൻ പരാമർശിച്ച പോലെ 100 കോടി 10 കോടി കൂടെ കൂട്ടിയെടുത്തു, 10 കോടി കൂട്ടിക്കൊടുത്തു, 80 കോടി 20 കോടി കൂട്ടിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രഹസനം കാണിച്ച് ഒരു നാടകം കാണിച്ചു പോകുന്ന രീതിയിലേക്ക് ഈ ഗവൺമെന്റ് ബഡ്ജറ്റിനെ കാണാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ബഡ്ജറ്റ് മാറി. ആശാവർക്കർമാരുടെ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വാചാലമായിട്ട് പറഞ്ഞു കൂടുതൽ കൂട്ടിക്കൊടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാൻ സാധിക്കാത്തതിൽ വിഷമമുണ്ടെന്ന്. പക്ഷേ വിഷമമുള്ളടത്ത് വേറെടുത്ത് കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. ജയിലിൽ കിടക്കുന്നവരുടെ വരുമാന സ്രോതസ് നമുക്കറിയാമല്ലോ. അനിൽ നമ്പ്യാർ ഈ പറയുന്ന 620 രൂപ കൂട്ടിക്കൊടുക്കുന്നു, 560 രൂപ 230 രൂപയുടെ അടുത്ത് അത്രയും തുക കൂട്ടിക്കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നല്ലോ. അത്രയും തുക ജയിലിൽ കിടക്കുന്നവർക്ക് കൂട്ടിക്കൊടുക്കാമായിരുന്നു. പക്ഷേ ഒരു ജയിലിൽ നിന്നും ഒരാള് 10 വർഷത്തെ തടവ് ശിക്ഷ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ 20 ലക്ഷം രൂപയിലോ മേൽ അയാൾക്ക് കിട്ടുകയാണ്. അങ്ങനെ ജയിലിൽ കിടക്കുന്നവർക്ക് കൂട്ടിക്കൊടുക്കുന്നതിനോ ഒന്നും അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. കള്ളു പഠിച്ച് കഞ്ചാവ് പഠിച്ച് ആരുടെയെങ്കിലും ഒക്കെ നെഞ്ചത്ത് കയറി ആരെയെങ്കിലും വെട്ടിക്കൊന്നും അങ്ങനെയുള്ള കള്ളത്തരം കാണിച്ച് കൊള്ളത്തരം കാണിച്ച് കുറ്റവാളികളായി നിയമം ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്നവരുടെ ശമ്പളം കൂട്ടിക്കൊടുക്കുന്നതിന്, അവരുടെ സ്റ്റൈഫിന് കൂട്ടിക്കൊടുക്കുന്നതിന്, അവരുടെ ഇത് കൂട്ടിക്കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാത്ത ഗവൺമെന്റ് ആശമാരുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെയോ ഈ പാവപ്പെട്ട കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ഒക്കെയുമായി ബന്ധപ്പെട്ട പെൻഷനൊക്കെ എത്ര നാളാണ് മുടങ്ങി കിടക്കുന്നത്? കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെയൊക്കെ അവർ അങ്ങോട്ട് അടച്ച അംശാദായത്തിൽ നിന്നും എടുത്തിട്ടുള്ള പെൻഷൻ പോലും കൊടുക്കാൻ പറ്റാതെ മേലോട്ട് നോക്കിയിരിക്കുന്ന ഒരു ഗവൺമെന്റായി മാറി ഈ ഗവൺമെന്റ് അവസാന കാലഘട്ടത്തിൽ വന്നിട്ട് ഒരു ബജറ്റുമായി വന്ന് ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഈ പറയുന്ന രീതിയിലേക്ക് വരുമാനം കുറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണേ. നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിലെ വരുമാനമല്ല ഇപ്പോഴത്തെ ഈ വർഷത്തിലെ വരുമാനം എന്ന് ആർക്കും മനസ്സിലാവും. ആ അവസ്ഥയല്ല ഇന്ന് ഉള്ളത്. കോവിഡ് സമയത്ത് വരുമാനം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, പിന്നെ വരുമാനം കൂടിയിട്ടുണ്ട്. അത് ഗവൺമെന്റും എടുക്കുന്നുമല്ല,
അത് ഗവൺമെന്റിന് മിടുക്കായിട്ട് എടുക്കുകയും വേണ്ട. ഇവിടെ ഈ പറയുന്ന രീതിയിലേക്ക് റബ്ബർ കർഷകരെ ആയിക്കോട്ടെ, വന്യജീവികളുമായി ഉപദ്രവം ഉണ്ടാകുന്നവരൊക്കെ ആയിക്കോട്ടെ, ആരെയും രക്ഷിക്കാനോ ആരെയോ സംരക്ഷിക്കാനോ ആരെയും നോക്കാനോ ചെയ്യാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് പോയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു മെഴുകി ചേർക്കുന്ന രീതിയിലേക്ക് ഈ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റ് ഇങ്ങനെ മെഴുകിക്കൊണ്ട് പോകുന്നത് എന്ത് അർത്ഥത്തിലാണെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. പൊതുജനങ്ങൾ ഇതിനെ തള്ളിക്കളയുന്ന കാര്യത്തിൽ യാതൊരു അതിശയമില്ല. ഇത് അടുത്ത ഗവൺമെന്റിന്റെ തലയിലേക്ക്, അടുത്ത ഗവൺമെന്റ് അറിയാം ഇനി ഇവർ അധികാരത്തിലേക്ക് വരുത്തില്ല എന്ന് 100% ഉറപ്പിച്ചു കഴിഞ്ഞു. ആ 100% ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അടുത്ത ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരുമ്പോൾ ആ ഗവൺമെന്റ് മുകളിലേക്ക് ചാർത്താനുള്ള ഇത് നമുക്കറിയാമല്ലോ. അടുത്ത ഗവൺമെന്റ് വരുമ്പോൾ ബജറ്റുകൾ മാറി വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള സർക്കാർ സ്പോൺസേഡ് പ്രകടന പത്രിക, അതിലപ്പുറം ഒന്നുമില്ല. ഒരു ടിഷ്യൂ പേപ്പറിന്റെ വില പോലും ഇല്ലാത്തൊരു ബഡ്ജറ്റായി മാറി ഈ മണിക്കൂറുകൾ നീണ്ടു നിന്ന ബാലഗോപാലിന്റെ ഈ പ്രസംഗം എന്നുള്ളതാണ് ഇതിനെപ്പറ്റി വ്യക്തമായി പറയാനുള്ളത്. സാധാരണക്കാരായ ജനങ്ങൾ ഇതിനെ തള്ളിക്കളഞ്ഞു.